ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂരിലെ കാഴ്ചകൾ കണ്ടല്ലോ. അപ്പോൾ ഇന്ന് വീണ്ടും കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കാഴ്ചകളൊക്കെ ആയിട്ട് കൂടുതൽ നിങ്ങൾക്ക് ഇവിടുത്തെ വേരിയസ് ഐറ്റംസ് എല്ലാം വേരിയസ് ഷോപ്പിംഗ് മാളും എല്ലാം കാണാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്ന് പതിവ് പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചേച്ചിയുടെ വണ്ടി എടുത്തിട്ടാണ് ഇറങ്ങിയത്. ചേട്ടൻ വന്നില്ല കൂടെ. ഇവിടെ ചെറിയ ഷോർട്ട് വിസിറ്റായിരുന്നു, ചെറിയ ലേഡീസ് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ പോയിട്ട് തിരിച്ച് വരാൻ ഒരു 1.5 മണിക്കൂർ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചേട്ടൻ വന്നില്ല. ഇപ്പോൾ ചേട്ടൻ പിന്നെ വരും. അപ്പോൾ ബാക്കി ചേച്ചിയും എൻ്റെ വൈഫ് മഞ്ജുവും മോളാണെങ്കിലാണ് കൂടെ വരുന്നത്. നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളുടെ വൈറ്റ് ഫീൽഡിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് മോൾക്ക് എന്തൊക്കെയോ പർച്ചേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കടയിലേക്ക്, സ്ട്രീറ്റ് നോവൽക്ക് അകത്ത് കയറി കാണിക്കാൻ പറ്റിയെങ്കിൽ കാണിക്കാം. ഒരുപാട് കളക്ഷനുള്ള കടയാണ്. ആർട്ടിഫിഷ്യൽ ജ്വല്ലറി, കുട്ടികൾക്കുള്ള ടോയ്സും ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നല്ല ഫുള്ളി സ്റ്റോക്ക്ഡ് ഐറ്റംസാണ്. എന്തുവേണമെങ്കിലും വാങ്ങാനൊക്കെ പറ്റും. ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ കടയാണ്. ഭഗവാന്റെ പടങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്യൂരിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സായിബാബയും ബുദ്ധനൊക്കെ ഉണ്ട്. സൂപ്പർ കളക്ഷൻ, എല്ലാം നല്ല കളക്ഷനാണ്. എല്ലാ സാധനവും നല്ല വെറൈറ്റിയാണ്. ലേറ്റസ്റ്റ് എല്ലാ വെറൈറ്റി പൊട്ട് എല്ലാം ഉണ്ട്. കമ്മല് എത്ര കളക്ഷൻ, നല്ല കളക്ഷനുള്ള ഷോപ്പാണ്. എല്ലാ ലേഡീസിനും ആവശ്യപ്പെടുന്ന എല്ലാ ഐറ്റംസും. വളയുണ്ട്. വള എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി വള, കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ വള കളക്ഷൻ. എല്ലാത്തിനും 10% ഡിസ്കൗണ്ടും തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്ത് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഐക്യയിലേക്ക് പോകണം. ഐക്യ ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അടുത്ത സ്റ്റോപ്പ് ഐക്യയിലേക്കാണ്. ഐക്യയിൽ വണ്ടി പാർക്ക് ചെയ്തു. നല്ല പാർക്കിംഗ് സ്പേസ് ഉള്ളതുകൊണ്ട്
ഇല്ലേ? ഓ എന്റെ വീട്ടിലുണ്ടായിരുന്നു ഉം. ബാൽക്കണിയിൽ നോക്കി. ഇത് അയ്യോ ഇതിങ്ങനെ ഞാൻ തുറന്നു മെസ്സേജ് ടൈപ്പ് ചെയ്ത് ആ, അതാ, എന്നാ? അതാ, പടം ഇതാ. ഓ, ഓ, ഓ. ഐക്കിയുണ്ട്, മറ്റേ ഒരുപാട് അപ്പൊ ആ വെറൈറ്റി ടോപ്പ് ഐറ്റംസ്. മുകളിലേക്ക് ഹുക്ക് ചെയ്യണ്ടേ? ആ ആ മുകളിലേക്ക് വെക്കണം. അതിനവിടെ കെട്ടിട്ടിട്ടില്ലേ കൊറേ അയല്. ഓ, അതിന് വേണ്ടിയിട്ടാണ്. ഓ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓ, ഇപ്പഴാ മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഡെയിലി ലൈക്ക് വിരിച്ച്. സ്ഥലം പോയിട്ട് മനസ്സിലായി. ഞാനത് വിചാരിച്ചത് മറ്റേ റൂമിന്റെ അകത്താ, റൂമിന്റെ അകത്ത് വിരിക്കാനാണെന്ന്. അവിടെ മുകളിൽ വെച്ച്. ഐറ്റംസ് എല്ലാം വെറൈറ്റി ഐറ്റംസ്, ബേർഡ്സ്. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. നമ്മൾ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ സിമ്പിളായിട്ട് കോസ്റ്റ്യൂബ് എല്ലാം കിട്ടും. ഒരുപാട് ഐറ്റംസ്. ഇന്ത്യയുടെ ടീമിൻ്റെ ക്രിക്കറ്റ്, ഇന്ത്യൻ ടീമിൻ്റെ ക്രിക്കറ്റിനുള്ള ക്യാപ്പും പല വെറൈറ്റിയുള്ള കബേർഡ്സ്, സ്ലൈഡിങ് കബേർഡ്, ഓർഗനൈസേഴ്സും ഒക്കെ ഉണ്ട്. പല ടൈപ്പ് റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പല ടൈപ്പ് അവരുടെ സോഫായും അവരുടെ ഡെക്കറേഷൻസ് വയ്ക്കാനുള്ള ഷെൽഫ്സും വാൾ ഹാങ്ങിങ്സും എല്ലാം വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരു വീട് വെക്കുകയാണെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. നല്ലൊരു കൺസെപ്റ്റാണ് ഇവരുടെ. ചെറിയൊരു വീട്ടിലോ വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും എന്തൊക്കെ ഫർണിച്ചർ വേണമെന്നും എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. അത് ഐക്യയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്യണത്. പിന്നെ കിച്ചൺ സ്റ്റെപ്പിനെ ഫുള്ള് കാണാൻ പറ്റും. പാപം, സിങ്ക്, സ്പേസ്, കംപ്ലീറ്റ് സാധനം ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇവരെന്നെല്ലാം സെറ്റാക്കി തരും ചെയ്യും. കിച്ചൻ്റെ കൂടെ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ, വാഷിംഗ് മെഷീൻ വെക്കേണ്ട സ്പേസ് എല്ലാം വിട്ടിട്ട് കിച്ചനെ പറ്റിയ കേട്ടും നമ്മൾ മറന്നുപോയ സാധനം പോലും ഇവിടെ അവർ കാണിച്ചിട്ട് നമ്മളൊരു മൈൻഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സെറ്റ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പുറത്ത് ഇറങ്ങി ഇനി കാറിൽ പോയി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ബ്രദറിൻ്റെ അവനെ പിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഷോപ്പിംഗ് ചെയ്യാനായി. പോയിട്ട് മൂവി എല്ലാം കാണാനുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. മൈക്കിൾ ഓക്കെ. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ പിന്നെ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ബ്രദറിനെ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോവുകയാണ് ഒരു ഷോപ്പിംഗ് മോളിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ചെറിയ പർച്ചേസും, ലഞ്ച് കഴിക്കണം, മൂവി കാണണം, മൈക്കിൾ. ഇതൊക്കെ നമ്മുടെ അവിടുത്തെ പോയിട്ടുള്ള ടാർഗറ്റ്സ്.
അങ്ങനെ മാളിൽ കയറിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് അവിടെ റെക്കോർഡിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ ക്യാമറ ഓഫ് ചെയ്തു. അവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് ഒന്നും കാണിത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് ലഞ്ചും കഴിക്കാണ്ടായിരുന്നു. ലഞ്ചും കഴിച്ച് മൈക്കിളിൽ മൂവിയും അവിടെ കണ്ടു. അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. സീറ്റെല്ലാം കൂടി ആടിപ്പാടുന്നത് എന്തോ ഒരു സ്പെഷ്യൽ എഫക്റ്റുള്ള തിയേറ്ററായിരുന്നു. അപ്പോൾ അതിൽ ഡാൻസ് വരുമ്പോഴേക്കൊക്കെ സീറ്റ് ഇളവും അങ്ങനെയൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് അവിടുത്തെ ഫുഡ് കോർട്ടിലേക്ക് പോയി ചെറിയ ചായയും കാപ്പിയൊക്കെ എല്ലാം കുടിച്ചു. എല്ലാവരും ഈവനിങ് ആയപ്പോഴേക്കും അതെല്ലാം കൂടി കുടിക്കാനുള്ള തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് വന്നു. കോഫി കുടിക്കുന്നത് ആ പിന്നെ ടയർഡായ എപ്പോഴാണ് എന്താ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് നമ്മൾ എപ്പോൾ ഇറങ്ങിയത്? വീട്ടിന് എപ്പോഴും ഇറങ്ങി? 10:30. ഓ 10:30 ഇറങ്ങി. ഇപ്പൊ എത്രയായി സമയം? ഇപ്പോ രാത്രി 10 മണിയായി. ഓ മൈ ഗോഡ്. 11.5 hours ഓഫ് ഷോപ്പിംഗ്, വാച്ചിങ് മൂവി, മോള് നടന്ന് ഫുഡ് കഴിക്കല്. എങ്ങനെയായിരുന്നു മൂവി? അടിപൊളി. മൂവി ഏതായിരുന്നു? 4DX തിയേറ്ററിലാണ് കണ്ടത്. സോ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയി. എക്സ്പെക്ട് ചെയ്യാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. മൈക്കിൾ ജാക്സന്റെ ഓരോ സ്റ്റെപ്പിനും നമുക്ക് ഒരു മൂവ്മെന്റ് നമ്മളും അറിഞ്ഞു. അതിന് കാറ്റ് വരുന്നു, ലൈറ്റ് ഫ്ലാഷ് ചെയ്യണു, എന്തൊക്കെയാ നടക്കുന്നുണ്ടാമോ. ബീറ്റ്സിനനുസരിച്ചാണ് മൂവ്മെന്റ്സ്. എന്തൊക്കെയാ വാങ്ങിയത്? രാവിലെ കുറെ സാധനം വാങ്ങി. ആദ്യം കുറച്ച് സാധനം കമ്പലുമാലയൊക്കെ വാങ്ങി. പിന്നെന്താ ചെരുപ്പ്, 2 ജോഡി ചെരുപ്പ്, പിന്നെ ഹോസ്റ്റലിൽ നിൽക്കാനുള്ള സാധനങ്ങൾ, ബക്കറ്റ്, ഹോസ്റ്റലിലേക്കുള്ള ആവശ്യം സാധനങ്ങൾ, ബോട്ടില്, കപ്പ്, ബെഡ്ഷീറ്റ് അല്ലേ, ബ്ലാങ്കറ്റ്, പാന്റ്, അങ്ങനെ കുറെ കേസ്, അങ്ങനെ പല പല കടകൾ കയറി കപ്പ് വാങ്ങി. അങ്ങനെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ വ്ളോഗ്. നാളെ ഇനി മോളെ ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കാനുണ്ട്. ഇതാണ് രാവിലെ വാങ്ങിയ കുറച്ച് ഐറ്റം, ഐക്യയുടെ ഐറ്റം, ഓർഗനൈസേഴ്സ്, കുറെ റിസർച്ച് ചെയ്തിട്ട് കുറെ ലേഡീസ് ഫാൻസി ഐറ്റംസ്. അപ്പോൾ നാളെ ഇതെല്ലാം കൂടി ഇതും പിന്നെ നാട്ടിൽ നിന്ന് വന്ന സാധനങ്ങളും കുറെ ഇവിടുന്ന് ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി പാക്ക് ചെയ്ത് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കണം. അങ്ങനെ ഹോസ്റ്റൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. PG, അതാണ് ഹോസ്റ്റൽ PG. ജൂൺ 1 വർക്കിന് കയറും വേണം. അതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാം കൂടിയിട്ട്? എക്സൈറ്റഡ് ഓർ ടെൻസ്? ഓക്കെ. അപ്പോൾ നമ്മൾ ഇതോടെ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഇനിയുള്ള ഇത് നാളെ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.